ഹായ് ഫ്രണ്ട്സ്, ടുഡേയ്സ് വീഡിയോ ഈസ് ഞാൻ എൻ്റെ ഏട്ടനെ കാണാൻ വേണ്ടി പോകുന്നൊരു വ്ളോഗാണിത്. ഏട്ടൻ ദുബായിലാണ്. അപ്പോൾ ഞാൻ ദുബായിക്ക് പോവുകയാണ് ഏട്ടനെ കാണാൻ വേണ്ടി. അത് ഒറ്റയ്ക്ക് പോവുകയാണ്. എൻ്റെ മുമ്പ് പോയപ്പോൾ എല്ലാവരും കൂടി ആയിട്ടായിരുന്നു പോയിന്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് വിത്ത് മൈ ബേബി. അപ്പം അധികം ലഗേജസ് ഒന്നും എടുക്കണില്ല. ആകെ ഒരു ട്രോളിയും പിന്നെ ഒരു ഹാൻഡ് ബാഗ് അങ്ങനെ ആയിട്ടേ എടുക്കുന്നുള്ളൂ. അധികം ലഗേജൊന്നും ആയിട്ട് എനിക്ക് പോകാൻ ഇപ്പോൾ പറ്റുന്ന അവസ്ഥയല്ലാത്തതുകൊണ്ട്, അത് ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് അധികമൊന്നും എടുക്കില്ല. അങ്ങനെ പോവാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് 11 ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ ടൈം 10:30 ആവാനായി. ഇറങ്ങാൻ പോവാണ്. പിന്നെ ഇറങ്ങി അവിടെ എത്തി സാധാ പോണ പോലെയൊക്കെ പോവും. പിന്നെ ആണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഓരോ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ ഡിലേ ആവുമോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. ഒക്കെ നോക്കിയിട്ട് വേണം പോവാൻ. അപ്പം ഞാനെന്നാൽ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. കുറേ നേരം ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കേണ്ടി വരും വെയിറ്റിങ്ങിൽ. അപ്പം കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ. ഹലോ, ഞാനിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. ഇപ്പോൾ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ദുബായിലേക്ക് ഞാനൊരു 5-6 ഡേയ്സിന് മാത്രമായിട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് ഏട്ടനെ കാണുക, ഒന്ന് ഇങ്ങോട്ട് വരിക, ആ ഒരു ഇതിന് വേണ്ടി പോവാണ്. സ്പൗസ് വിസ എടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ പോകണമല്ലോ ഇടയ്ക്ക്, അതുകൊണ്ട് അങ്ങനെ പോവാണ്. അതാണ് ഈ ഒരു ടൈമായിട്ടും റിസ്ക് എടുത്ത് പോണത്. എന്തായാലും പോകണം എന്നുള്ളൊരു ഇതായതുകൊണ്ടാണ് പോണത്. ഒരുപാട് പേരുണ്ട് ഇവിടെ, അതുകൊണ്ട് വലിയ സൗണ്ടിലൊന്നിക്ക് സംസാരിക്കാൻ ഒരു ചടപ്പ്. പിന്നെ ഇവിടെ വെയിറ്റിങ്ങിലിരിക്കുകയാണ്. 2 മണിക്കാണ്. ഇപ്പോൾ തന്നെ സമയം 12:30 ആയിട്ടുള്ളൂ. അത്രയും ടൈം ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. എന്തായാലും കുറച്ച് ഡേയ്സിനും വേണ്ടി പോവാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ ഒരു ട്രാവൽ വീഡിയോ മാത്രമല്ല, എൻ്റെ ഈ ഫുൾ ഡേ ദുബായിലുള്ള ഈ ഒരു 5-6 ഡേയ്സ് ഞാൻ ഇന്നിപ്പോൾ ഡേറ്റ് 9 ഇനി 15-ാം തീയതി വരെ ആയിരിക്കും. 15-ാം തീയതി ഞാൻ റിട്ടേൺ ഇങ്ങോട്ട് വരും. അപ്പം നാട്ടിലേക്ക് തന്നെ വരും. അപ്പം അതുവരെയുള്ള ഡേയ്സിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഒക്കെ ആയിരിക്കും എൻ്റെ ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. എൻ്റെ ഓരോരോ ഡേയ്സിലുള്ള ഓരോരോ തിങ്സൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അല്ലാതെ ജസ്റ്റ് ഒരു ട്രാവൽ ഞാൻ ദുബായിലെത്തി എന്ന് മാത്രം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അവിടെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ കാണിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു ചാനൽ അനാമിക ഷിജിൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കയറും. ടൈമുണ്ട്, അതുപോലെ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ദുബായിലെത്തി. എന്നെ കൂട്ടാനായിട്ട് ഏട്ടനും അച്ഛനും ചേട്ടനും എല്ലാവരും ഉണ്ടായിനി. ഇതപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ട്. ഏട്ടനെ കണ്ടു കിട്ടിയിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്, ഹോട്ടലിലേക്ക് പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 5-6 ഡേയ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഡേയ്സിൻ്റെ മൊത്തം വീഡിയോസും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു പ്ലാനും ഒന്നും ഇല്ലാണ്ട് വന്നതാണ്. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇനി വേറെ വ്ളോഗിൽ കാട്ടാം. ഈ ഒരു വ്ളോഗിൽ ഫുൾ ഡേ മൊത്തം ദുബായിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണും എല്ലാവരും. ഇപ്പോൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി വന്നാണ്. കാരണം എനിക്ക് നാട്ടിലത്തെ പോലെ തന്നെ ഇവിടേക്ക് വരാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈം അത്ര വന്നപ്പോൾ വലിയ ലൈക്ക് ആഗ്രഹിക്കാതെ ദുബായിൽ വന്ന ഒരാളാണ്. അതുകൊണ്ട് അത്ര വലിയതൊന്നുമില്ലേന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ. കാരണം അറിയാലോ, പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ മെമ്മറീസ് ഉള്ളൊരു പ്ലേസാണ്. ഇപ്പോൾ നാട്ടിൽ ഞാനും ഏട്ടന് നിന്നതിനേക്കാൾ കൂടുതൽ ടൈം ഇവിടെ ഞാനും ഏട്ടനും ഒരുമിച്ച് നിന്നത്. അതുകൊണ്ട് ഞങ്ങളതായിട്ടുള്ള കുറേ മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. പിന്നെ ഒരു സ്പെഷ്യൽ വിശേഷമൊക്കെ ഉണ്ടായത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ദുബായിക്ക് അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. അങ്ങോട്ടാണ് പോണത്. നമ്മളെ റൂം വരുന്നത് ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് ഹോട്ടൽ വരുന്നത്. ഡ്രാഗൺ മാർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. നല്ല ഇവിടെയൊക്കെ ലൈറ്റ് നൈറ്റ് നല്ല ഒന്നും കൂടി രസം ഉണ്ടാവും തോന്നുന്നു. ഇവിടേക്ക് ഓരോ ലൈറ്റിംഗ് ഒക്കെ അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കൂടി അപ്പോൾ പോണത്. എന്താ നമ്മളെ ഹോട്ടലെത്തി. എന്താ ഹോട്ടലിൻ്റെ പേര്? ഐബിസ് സ്റ്റൈൽസ് ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ഐബിസ് സ്റ്റൈൽ ഹോട്ടലിലെത്തി. എൻ്റെ കോലൊക്കെ ആകെ എന്തോ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. പിന്നെ ആണെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങിയിനി. 2-2.5 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. പിന്നെ ടൈം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ ആകെ എൻ്റെ കോലൊക്കെ എന്തൊക്കെയോ ആയി. ചുണ്ടാണെങ്കിൽ ഫുള്ള് ഡ്രൈ ആണ്. ഓൾറെഡി ഡ്രൈ ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി ഡ്രൈ ആവാറുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ മുന്നിലാണ് ഞാൻ അപ്പം നിൽക്കണേ. ഉള്ളിലേക്ക് പോയി നോക്കാം. നല്ലൊരു റിസപ്ഷൻ ഏരിയ ഒക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മളെ റൂം നമ്പർ എത്ര? 207. ഏട്ടൻ എൻ്റെ പെട്ടിയും കൊണ്ട് പോവാണ് റൂമിലേക്ക്. റൂം കാണിച്ചേ. ഇവിടെ ഷെൽഫാണ് വരുന്നത്. ലോക്കർ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇതിലൊക്കെ ഷെൽഫാണ് വരുന്നത്. ടോയ്ലറ്റ് പിന്നെ കാണിക്കാം. നല്ല ഇതുണ്ട്. ഫ്രിഡ്ജിൽ ഒന്നുമില്ല, കാലി ഫ്രിഡ്ജ്. നമ്മളെ ബെഡ്റൂം നല്ലൊരു കൂളായിട്ടുള്ളൊരു ബെഡ്റൂം. രസൻ്റെ സിമ്പിളാണ്. ഒരു സിമ്പിൾ വർക്കൊക്കെ കൊടുത്തിട്ട് 2 ചെയറും മിറർ, TV, ഇവിടെ ഒരു ചെയർ. പുറത്തേക്കുള്ള വ്യൂ പാർക്കിങ്ങിലേക്കുള്ളതാണ്. ബാത്റൂമാണേ. ഓക്കെ, നല്ലൊരു കുഞ്ഞു ബാത്റൂം സെറ്റ്. ഇനി സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരേ. പെട്ടി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സാധാരണ ദുബായ്ക്കാർ കൊണ്ടുവരുന്ന പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആ ലോക്കുണ്ട്. എന്താ വസ്തുള്ള ചക്ക വറുത്തത്. അങ്ങോട്ട് കസാല വയ്ക്കാം. ഇത് ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുട്ടായിയാണ്.
ഇത് കായ വറുത്തത്, മടക്ക് അതെന്താ? അത് ഓലവട. ഓലവട അല്ലത് കുഴലപ്പം അങ്ങനെ എന്തോ. കുഴലപ്പം. 2 കുഴലപ്പുണ്ട്. അതെന്താ? മിച്ചറാന്ന് തോന്നുന്നില്ല. മിച്ചർ വേറെ ടൈപ്പ് ഒരു മിച്ചർ. ഇത് നെയ്യപ്പാണ്. അത് ഹലുവ, പല ടൈപ്പ് മിക്സ്ഡ് ഹലുവ. അതിൻ്റെ ഡ്രസ്സും എൻ്റെ മേക്കപ്പ് സാധനവും എല്ലാം എൻ്റേത് മാത്രമുള്ള സാധനം. അത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റിച്ചേക്കൂ. പിന്നെ ഇത് ചിക്കൻ കറിയും, അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി, നെയ്ച്ചോറ്. ഏട്ടൻ നെയ്ച്ചോറിൻ്റെ ഭയങ്കര ഒരു ലവറാണ്, നെയ്ച്ചോറ് ലവർ. അതുകൊണ്ട് അമ്മ കൊടുത്തയച്ചത്. പിന്നെ കുരുമുളക് പൊടി. പിന്നെ ഇതിലെന്താ ഉള്ളത്? ഇതിലെൻ്റെ ചെരുപ്പ്, മരുന്ന്, ചാർജർ, അങ്ങനത്തെ ഒക്കെ സാധനം. തലതേക്കുള്ള എണ്ണ, അങ്ങനെ അത്രേ ഉള്ളൂ. പെട്ടി ഫിനിഷ്. ഇത്ര സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ നാട്ടിൽ നിന്ന്. കുറച്ച് പലഹാരങ്ങളും ഇന്ന് നൈറ്റ് കഴിക്കാനുള്ള നെയ്ച്ചോറും. പിന്നെ ഏട്ടന് വേണ്ട കുരുമുളക്. പിന്നെ ഹണി ഉണ്ട് കേട്ടോ. ഹണി എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പൊട്ടണൊരു കുപ്പിയിലിട്ടാണുള്ളത്. ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പൊട്ടാതെ അച്ഛൻ കെട്ടിവെച്ചതുണ്ട്. അത്രയും സാധനമാണ് ഉള്ളത്. അപ്പം നൈറ്റ് ഫുഡ് ടൈമായി. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇന്നിപ്പോൾ അത് കഴിക്കാൻ പോവാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം വന്ന് കിടന്നുറങ്ങും. അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്താണ് കൊണ്ടുവന്നത്, അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ദുബായിലെ ഫസ്റ്റ് മോർണിംഗ് ആണ്. രാവിലെ തന്നെ ഏട്ടൻ എണീറ്റ് പോയി. 4 മണിയാകുമ്പോൾ ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഏട്ടൻ പോയി. ഇപ്പോൾ ഞാനും ഇവിടെ ഇരിക്കണം. അപ്പം പോകുമ്പോൾ വേണ്ടിയിട്ട് ഏട്ടന് അപ്പം എണീറ്റു. പിന്നെയും കടന്നു. പിന്നെ ഇപ്പോൾ ഞാൻ 6:30 ആയപ്പോൾ തന്നെ എണീറ്റു. എന്തിനു എണീറ്റാന്നൊന്നും അറിയില്ല, പക്ഷെ വേഗം എണീറ്റ് പോയി. നാട്ടിൽ നിന്ന് എണീക്കുന്ന ആ ഒരു ഇതിൽ അങ്ങനെയായിട്ട് എണീറ്റു. ഇവിടെ നിന്ന് നേരത്തെ എണീക്കലൊന്നും ഇല്ല. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നേരത്തെ ഒന്നും എണീക്കാറില്ല. പക്ഷെ എന്താ അറിയില്ല, താനെ എണീറ്റ്. പിന്നെ ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം വാർത്തകൾ അത് നോക്കിയിരിക്കുക വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കുളിച്ചിട്ടില്ല, ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിരിക്കുക. ഇനി ഹെയർ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രിസി എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തല കഴുകി കുളിക്കണം. ഇന്നലെ ജസ്റ്റ് വന്ന് അപ്പോൾ തന്നെ ഒന്ന് മേല് കഴുകിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒന്ന് കുളിക്കണം. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തതാണ്, ഇതുവരെ വന്നിട്ടില്ല. കുറച്ച് മുമ്പ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് ഇവിടെ ഇപ്പോഴാണ് ഞാനിങ്ങനെ ഫുൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ സ്ഥലത്ത് ഡെലിവറി ഇല്ല, പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ടിരണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂക്ക് ആയതുകൊണ്ട് ഞാൻ ഫുൾ സെർച്ച് ചെയ്തു. നിയർ ബൈ എവിടെയെങ്കിലും നിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒന്ന് കിട്ടിയത്. ഒരു മലയാളി റെസ്റ്റോറൻ്റൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാനൊരു ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എത്താമെന്ന് അറിയില്ല. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ ഒന്ന് റെഡിയാക്കി നിൽക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് എനിക്ക് മെഡിസിൻ ഉണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് എനിക്ക് വിശക്കും പെട്ടെന്ന്. മോർണിംഗ് എനിക്ക് പെട്ടെന്ന് വിശക്കും. പിന്നെ എനിക്ക് പിന്നെയും പിടിച്ച് നിൽക്കാൻ കുഴപ്പമില്ല. രാവിലെ എണീറ്റ് അപ്പം തന്നെ വിശക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും പ്രഗ്നൻസി ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്താ അറിയില്ല, എനിക്ക് രാവിലെ എണീറ്റ് സ്പോട്ടിൽ എന്തെങ്കിലും കഴിക്കണം. കുറച്ച് നേരമൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ ഭയങ്കര വിശപ്പ് തുടങ്ങും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കാഷ്യൂനട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാഷ്യൂനട്ട് എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഡേ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ടായിരിക്കും, ഏട്ടൻ ഈവനിങ് ഒക്കെ ആവുണ്ടാവും എത്താൻ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മുമ്പ് അത്രയും നേരം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കും. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യും, പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. അതൊക്കെ തന്നെ എനിക്ക് ഉണ്ടാവുക. പിന്നെ എൻ്റെ ഓരോരോ വെറുതെ ഇരുന്നുള്ള എനിക്ക് ഒറ്റയ്ക്കുള്ള ഓരോ പണി അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യേണ്ടാവുള്ളൂ. നേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ രസമാണ്. അപ്പം അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ കുളിയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പം ശരി. കുളിയൊക്കെ കഴിഞ്ഞു.
അപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്ന് കാണിച്ചു തരേ. ഇതാണ് റോസ് വന്നുണ്ട്, സാമ്പാർ, ചട്നി, 2 ടൈപ്പ് ചട്നീസും വന്നിട്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് അപ്പം കഴിക്കുന്ന നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇത്ര ടേസ്റ്റ് വരാൻ ചാൻസ് ഇല്ല, ബിക്കോസ് പാർസൽ ആയതുകൊണ്ട് തന്നെ. എനിവേ നല്ല വിശക്കുന്നുണ്ട്, ടൈമായി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് അതെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. മീൽസാണ്, നോർമൽ ചോറ്, പച്ചക്കറി, പിന്നെന്താ ഡബിൾ ഓംലേറ്റ്. എനിക്ക് മീൻകറി ഒന്നും ഇഷ്ടമല്ല വലിയ, അതുകൊണ്ട് പച്ചക്കറി മതി. ഞാൻ പച്ചക്കറി, ഉപ്പേരി, അച്ചാർ അങ്ങനെ മാത്രമുള്ളതൊക്കെ കഴിക്കുന്ന ഒരാളാണ്. ഇത് മതിക്ക് എന്തായാലും ഞാൻ കഴിക്കും. അങ്ങനെ മീൻ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്തൊക്കെ അതിലുള്ളത് നോക്കട്ടെ. കടവത്തൂർ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നാണ് വാങ്ങി ഓർഡർ ചെയ്തത്. ഫസ്റ്റ് പപ്പടം, അച്ചാറ്, ഒരു കുഞ്ഞ് അച്ചാറ് അവിടെ മാഷിന് സെറ്റ് ആയിട്ടെ. കുഞ്ഞ് അച്ചാറും ഒരിത്തിരി ചമ്മന്തി, എന്ത് ചമ്മന്തിയാണ് നോക്കാട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ട്, പയറുപ്പേരി ഇത് രസമാണെന്ന് തോന്നുന്നു, തുറന്ന് നോക്കാം. അതിലൊക്കെ എടുത്തേക്കട്ടെ. പായസം സെറ്റ്. പിന്നെ ഇതെന്ത് കറിയാണാവോ, എന്തൊക്കെ കറി, മോരാന്ന് തോന്നുന്നു, മോരുണ്ട്. ഇത് പച്ചടിയാണ്, ഇതിനെന്താ പറയുക, ഇത് വെള്ള കളർ സദ്യയിലൊക്കെ ഉണ്ടാവല്ലോ ആ സാധനം. എന്തോ കറി, എന്ത് കറിയാന്ന് നോക്കാം. ചോറ്, മട്ടച്ചോറാണ്, മട്ട അരിൻ്റെ ചോറാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടം മട്ട അരിൻ്റെ ചോറ്. ഇതെന്ത് കറിയാ, ഇത് കൂട്ടുകറിയാണ്. കൂട്ടുകറി ഇത് മോരന്നെയാന്ന് തോന്നുന്നു, മോര്. മോരിൽ മല്ലിയില ഇട്ടുണ്ട്, മല്ലിയിലേൻ്റെ ടേസ്റ്റ് വല്ലാണ്ട്. മോര്. പിന്നെ ഇത് പച്ചടി എന്നാണോ ഇനി പറയാൻ, എനിക്ക് അറിയില്ല. പച്ചടി തന്നെയാന്ന് തോന്നുന്നു. ഈ വെള്ള കളർ കറിയില്ലേ, ഇതും അതൊക്കെയിഷ്ടം. പായസം എന്തോ ഒരു തരി പോലെ നല്ല വെള്ള പായസം. ഓക്കേ, ഇത് രസമാണ്. ഓക്കെ, നിലത്ത് കഴിക്കേണ്ട രസം. തൂത്തു. പിന്നെ അച്ചാറ്, ചമ്മന്തി, ഉപ്പേരി, പയറുപ്പേരി, ഇത്രയും സാധനമാണ് ഉള്ളത്. പിന്നെ ഇതുണ്ട്, ഇത് ഓംലേറ്റ്, ഡബിൾ ഓംലേറ്റ് കേട്ടോ. എന്തോ ഒരു പച്ചക്കറിയാണ്, സാമ്പാർ പോലെയാണ്. സാമ്പാർ തന്നെ. ഓക്കെ, അപ്പം എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഉച്ചയ്ക്കത്തെ അത് ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് ഇപ്പോൾ ക്ലൈമറ്റ് ചൂടാണ്, പക്ഷെ എന്നാലും ഇപ്പം ഞാൻ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ ചൂടാണ്. പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ ഭയങ്കര കുറച്ചും കൂടി നല്ല ചൂടുള്ള ഒരു ടൈം ഇങ്ങനെ ആ ഒരു ക്ലൈമറ്റാണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഹെവി ചൂടായിരുന്നു. ആ ടൈമിൽ ഭയങ്കര ആവിക്കലുണ്ടാവില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് അത്ര പ്രശ്നമില്ല. ഇപ്പോൾ നോർമൽ ഒരു നമ്മുടെ നാട്ടിലത്തെ ഹെവി ചൂടെങ്ങനെ ആ ഒരു ലെവലേ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലും കണ്ണ് കുറച്ച്
ഗ്ലാസ് ഇല്ലാണ്ട് നോക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഒരു വെയിൽ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സഹിക്കാൻ കഴിയും. ഇപ്പോഴത്തെ ചൂട് കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ഭയങ്കര സഹിക്കാൻ പറ്റൂല. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ ഏട്ടൻ വന്നു, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പ് ഏട്ടൻ വന്നു. ചായടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കില്ല. ഏട്ടനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകുന്ന ചെറിയൊരു ഷോപ്പിംഗ് ഇതുണ്ട്, അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു മേക്കപ്പ് പരിപാടിയാണ്, സ്ഥിരം ചെയ്യുന്നൊക്കെ പോലെ തന്നെ. പിന്നെ അധികം ഞാൻ ഓരോ നാട്ടിലത്തെ പ്രോഡക്റ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റിന് മോയ്സ്ചറൈസർ ഇട്ട്, സൺസ്ക്രീനോട് അത്യാവശ്യമായിട്ട് അത് മറക്കാതെ കൊണ്ടുവന്ന്, ലിപ് ബാമും അത്രയൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പിന് ജസ്റ്റ് ഞാൻ ടാൽക്കം പൗഡറാണ്, വെറുതെ പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പുറത്തേക്ക് പോവല്ലേ വിചാരിച്ച് ഓവറാക്കി മേക്കപ്പ് ഇട്ട് പോകണ്ടല്ലോ. ആവശ്യം ഇവിടെ മെയിനായിട്ട് സൺസ്ക്രീനാണ്, അതെന്തായാലും മറക്കാതെ എടുത്തിട്ടുണ്ട് ഞാൻ. അതെന്തായാലും 2 കയ്യിലും കാലിലും മൊത്തം കഴുത്തിലൊക്കെ വാരി പൊത്തിയിട്ട്. പിന്നെ ഇതാ ഹെയറൊക്കെ മൊത്തത്തിലൊന്ന് വാരി കെട്ടുകയാണ് വേഗം. പിന്നെ ഏട്ടൻ അവിടെ കിടന്ന് നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും നോക്കിയിട്ട് ഓരോ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെ മാത്രമാണ് ഞാൻ കണ്ണെഴുതിയത്. പിന്നെ ഒരു ചെറിയൊരു പൊട്ടും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് സെറ്റാക്കി. അപ്പം ഞാൻ റെഡിയായി പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പം അതിനായിട്ട് പോവാണ്. അടുത്തിട്ട് നെക്സ്റ്റ് എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത്, പോയി നോക്കണം. പിന്നെ എൻ്റെ ലിപ്പ് കണ്ടില്ല, വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്. എന്തൊരു കഷ്ടമായോ, ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവുന്ന ഒരു കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട്. പക്ഷെ ഞാൻ ഞാനിപ്പം സ്ക്രബ് ചെയ്യാറുണ്ട്, അതുപോലെ ലിപ് ബാം പലതും ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രഗ്നൻസി ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ മുതലേ എൻ്റെ ലിപ്പ് വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് ഭയങ്കര ലിപ് ബാം കൊണ്ടൊന്നും നിൽക്കുന്നില്ല. എപ്പോഴെപ്പോഴും ഇട്ടിട്ടും വരുന്നില്ല. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേ മാത്രം ഒന്ന് സോഫ്റ്റായി നിൽക്കും, നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും ഡ്രൈ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. ആരെങ്കിലും ഈ വീഡിയോ കാണാൻ, ആരെങ്കിലും നല്ല പ്രഗ്നൻറ്റ് ലേഡീസ് ആരെങ്കിലും ഒക്കെ മുമ്പ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ, ഒന്ന് കമൻറ്റിൽ ചെയ്യണം. കാരണം എനിക്ക് അത്രയും ഇതാവുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴൊക്കെ ഒരു വൃത്തിയാവുന്നില്ല ലിപ്പ്, എപ്പോഴും ഒരു ഡ്രൈ. പിന്നെ ഇനിയിപ്പോൾ ഇറങ്ങും. ഏട്ടൻ മേക്കപ്പിലാണ്, ഏട്ടൻ്റെ മേക്കപ്പ് കഴിഞ്ഞില്ല. ഏട്ടൻ സൺസ്ക്രീൻ ഇടാണ്, ഞാനും കൊണ്ടുവന്ന് സൺസ്ക്രീൻ ഒക്കെ എടുത്തിടുന്നുണ്ട്. നാണം കെടുത്തല്ലേ സൈഡിൽ നിന്ന് പറയുന്നത് കേട്ടാണോ വന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതും കൂടി ഏട്ടൻ്റെ മേക്കപ്പ് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം ഇങ്ങനെ വെറുതെ വണ്ടി പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കല്, വർത്തമാനം പറയുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കുക. എന്താ കാണാൻ മാത്രമൊന്നുമില്ല, പക്ഷെ എന്നാലും വെറുതെ ഇങ്ങനെ വണ്ടി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക ഞാൻ. ഇപ്പം ഏട്ടനും ഇപ്പം കുറച്ച് മുമ്പ് വന്നിട്ടുള്ളൂ ഏട്ടൻ വീട്ടിൽ കഴിഞ്ഞ്. അതുവരെ ഞാൻ പുറത്തേക്ക് അടുക്കി ഇങ്ങനെ വെറുതെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നപ്പം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിലാണ് അത്. ഡ്രാഗൺ മാർട്ട് ഒരുപാട് വലിയത് എവിടെ മുതലോ ഉണ്ട്. ഇന്നൊരു സൈഡിലുള്ള ഡ്രാഗൺ മാർട്ടിൻ്റെ ഉള്ളിലാണത്. ഡ്രാഗൺ മാർട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വേറെ ഏതോ ഒരു സൈഡിൽ കൂടെ വന്ന് ഇറങ്ങിയതാണ്. കയറിയത് ഒരു സൈഡ്, ഇറങ്ങിയത് വേറെ സൈഡ്. ഡ്രാഗൺ അപ്പോൾ അത്രയും വലിയൊരു മാട്ടാണിത്, ഡ്രാഗൺ മാർട്ട്. ഇപ്പം ഞാൻ മിർദിഫ് സിറ്റി സെൻറ്ററിൽ വന്നതാണ്. നമ്മളിതാ മാക്സിലേക്കാണ് പോകുന്നത്. മാക്സിൽ
ഏട്ടനൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഏട്ടൻ ഡ്രസ്സിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനം കണ്ട് നല്ല ക്ലിപ്സ് ബോ കാണിച്ചേ നല്ലൊരു മാക്സിമം സിമ്പിളായിട്ട് ക്യൂട്ടായിരുന്നു. പിന്നെ എന്താ എൻ്റെ കുറച്ച് നാളത്തെ ഒരു ക്രേവിങ്സ് ആയിരുന്നു പാസ്ത കഴിക്കണം എന്നുള്ളത്. ഒന്നാമത് ഞാൻ ഈ ഒരു സാധനം കഴിച്ചിട്ടില്ല ഇന്നേ വരെ. പിന്നെ എപ്പോഴോ മുമ്പ് പാസ്ത വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി കൊണ്ടുവന്നു. പക്ഷേ ഉണ്ടാക്കി എന്തോ കോലത്തിൽ ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അത് തന്നെയാണോ എന്ന് പോലും അറിയാതെ എങ്ങനെയോ അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോഴേ ഞാൻ വിചാരിക്കേണ്ടത് ഈ ഒരു സാധനം ഒന്ന് കഴിച്ചു നോക്കണം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ എന്തോ വീണ്ടും എനിക്കത് കഴിക്കാത്ത സാധനം ഒന്ന് കഴിച്ചു വെക്കാനുള്ളൊരു ടെൻഡൻസി കുറച്ചായി വരുന്നു. അപ്പോൾ പിന്നെ അന്ന് നൈറ്റ് എന്നാലും ഒന്ന് പാസ്ത കഴിച്ച് നോക്കാൻ വെച്ചിട്ട് ചിക്കൻ പാസ്തയാണ് ഓർഡർ ചെയ്തത്. കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റ് ഒരു കുഴപ്പമില്ല, ഒരു ടേസ്റ്റാണ്. പിന്നെ ഇനി ഞാൻ വാങ്ങി കഴിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഒരു നോർമൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയ ആ ഒരു ഇതാണ്. ഒരുപാടൊന്നും കഴിക്കാൻ തോന്നിയില്ല, കുറച്ച് കഴിച്ചു, അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ അതിൻ്റെ ആ പാസ്തയിലുള്ള ആ ചിക്കൻ പീസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു സാധനം മാത്രം, ചിക്കൻ കഴിക്കാതെ പാസ്തേൻ്റെ ആ സാധനം മാത്രം എടുത്ത് കഴിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. എനിവേ കഴിക്കാത്തൊരു സാധനം കഴിച്ചപ്പോൾ കുറച്ചൊരു സന്തോഷമായി. വിചാരിച്ചിരുന്നു അത് കഴിക്കണം എന്ന് വല്ലാണ്ട്. ഞാൻ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു അത് കഴിക്കണം എന്ന്. അതുകൊണ്ട് അന്ന് നൈറ്റ് നിന്നിട്ട് ഞങ്ങൾ എന്നിട്ട് പാസ്ത വാങ്ങി കഴിച്ചു. പിന്നെ ഇതാ ഒരു അവക്കാഡോ ജ്യൂസും വിത്തൗട്ട് ഷുഗർ ഷുഗർ വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ അതും കഴിച്ചു. പിന്നെ പുറത്തേക്ക് വരുന്ന വഴിക്ക് ഡ്രാഗൺ മാർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പം നല്ല രസമുണ്ടായിരുന്നു റോഡൊക്കെ കാണാൻ, ആ ലൈറ്റിങ്ങൊക്കെ. ഒരു കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എത്തുന്നത്. നൈറ്റായി. ഹോട്ടലിൻ്റെ മുന്നിലെത്തി. പിന്നെ റൂമിൽ പോവുക, കിടന്ന് ഉറങ്ങുക, ഒന്നുമില്ല. നല്ല നേരം വൈകിപ്പോയി. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ആണ്, ദുബായിലെ ഡേ 2. ഇന്ന് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കിൻ കെയർ, ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഏട്ടന് ലീവാണ്. അവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എണീറ്റത്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ചെറിയ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് വേഗം വന്നിട്ടുണ്ട്. അവിടെ അത് കഴിക്കും. ഞാൻ 2 ചപ്പാത്തിയും ഏട്ടൻ പൂരി അങ്ങനെയൊക്കെയാണ് വാങ്ങിയത്. അപ്പം എന്നാലും ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. സമയം 10:30 പുറത്ത് നല്ല വെയിലാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ ഷോപ്പിങ്ങിന് പോയി പറഞ്ഞില്ലേ, പക്ഷെ ഒരു സാധനം കൂടി കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഇറങ്ങാൻ പോവാണ്. തൊട്ടടുത്തേക്ക് തന്നെ, ദൂരത്തേക്കൊന്നും പോണില്ല. അടുത്ത് കുറച്ച് ഷോപ്പുണ്ട്, അപ്പോൾ അവിടേക്ക് ആയിട്ട് ഒന്ന് പോവാണ്. ഞാൻ അവിടെയും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഭയങ്കര വെയിലാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടിക്കുന്നത്. ആ ഒരു ഇതേ ഉള്ളൂ. നല്ല ചൂടാണ് ഫ്രണ്ട്സ് പുറത്ത്. അങ്ങനെയൊക്കെ എന്തായാലും വിചാരിച്ച സാധനമൊക്കെ കിട്ടി. അവിടെ ഇറങ്ങാണ്. കാറെന്നെ വെയിലത്ത് നിർത്തിയിട്ട് ഫുള്ള് ഭയങ്കര പൊള്ളിട്ട്. ഇപ്പം ഇൻ്റർനാഷണൽ സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയി കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ നിൽക്കുന്ന റൂമിലേക്ക് ഒന്ന് പോവാണ്. കുറച്ച് സാധനം എടുക്കാണ്ട് അവിടുന്ന് അങ്ങോട്ട് പോവാണ്. വീണ്ടും നെസ്റ്റോക്ക് തന്നെയാണ് വന്നത്. കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാണ്ട്, അപ്പം അങ്ങനെ വന്നാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാണ്. ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ് നൈറ്റ്. ഇന്നത്തേക്കും നാളത്തേക്കുള്ള ഫുഡ് ഏട്ടൻ്റെ റൂമിൽ നിന്ന്. അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങാം. തക്കാളി, നല്ല തക്കാളി, സാധനങ്ങളൊക്കെ വാങ്ങട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചക്കൊക്കെ കണ്ട്, ഈ ചക്കേൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും. അതിന് 35 രൂപയാണ് ഈ ഒരു പകുതി ചക്ക. ഇത്രയേ ഉള്ളൂ, 35 ദിർഹം. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു 800-900 റുപ്യേൻ്റെ അടുത്തുണ്ടാവും.
നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ ചക്ക തിന്നാണ്ട് കൊണ്ട് കളയുന്നത്. ഇവിടെ നല്ല റേറ്റാണ്. ഞാൻ കുറച്ച് ബെറീസൊക്കെ വാങ്ങാൻ വിചാരിച്ചു. ഇവിടെ റാസ്ബെറി, റെഡ് കറന്റ്, ഇതോ ബെറീസൊക്കെ നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ്. ഫുൾ ബെറീസാണുള്ളത്. നല്ല രസമുണ്ട്. നൈറ്റ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മീന് മത്തി, ചാള പറയില്ലേ, അത് നല്ല ഉണ്ട വലിയ മത്തി. മത്തിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മത്തി എനിക്കിഷ്ടമുള്ള മീൻ ഏതാ വെച്ചിട്ട് മത്തിയാണ് ഞാൻ പറയാം. പണ്ടേ മത്തി ഇഷ്ടം. അപ്പോൾ ഇവിടെ വലിയ മത്തി കണ്ടപ്പോൾ അത് വാങ്ങി. കുറേ ഉണ്ട് കണ്ടോ. ബ്ലൂ ക്രാബ് ഉണ്ട്, ബ്ലൂ ക്രാബ്. അതിനൊക്കെ വാങ്ങി ഇപ്പം റൂമിലെത്തി. ബറീസ് കഴിക്കാൻ വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമൽ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഏട്ടന് ബിരിയാണി. അത് വന്നിട്ട് ഇനി ഫുഡ് കഴിക്കണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ പോകണം. ഏട്ടൻ്റെ പഴയ അത് ഏട്ടൻ നിൽക്കുന്ന റൂമിലേക്ക്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, പൊതിച്ചോറ് വന്നു, പിന്നെ കറി, പപ്പടം, ഇന്നലെ പൊരിച്ചതും, 2 വേറെ കറി, പായസം. പക്ഷെ ഒരുപാട് ചോറുണ്ട്. പക്ഷെ ഞാൻ എത്ര ചോറൊന്നും കഴിക്കൂല, കുറച്ച് ചോറേ കഴിക്കുള്ളൂ. കോഴിമുട്ട, ഇതെന്താ, എന്തൊരു കറിയാണോ, മീനിൻ്റെ കറിയാണോ എന്ന് തോന്നുന്നു. ഇത്രയാണ്. അപ്പോൾ കഴിക്കട്ടെ. ഈവനിങ് ആയി. അപ്പം ചായ കുടിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ, ഫ്രഷ് ജ്യൂസ്, നോ ആഡഡ് ഷുഗർ ജ്യൂസാണ് കഴിക്കുന്നത്. മിക്സ്ഡ് ഫ്രൂട്ട് ബെറീസിൻ്റെ നല്ല രസമാണ് ഇത് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ ചിപ്സും ഇത് ഇവിടെ നിന്ന് വാങ്ങിയതും കഴിക്കാൻ വിചാരിച്ചു. ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഫുഡൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏട്ടൻ നിൽക്കുന്ന റൂമിൽ അവിടെ ആണുങ്ങൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇങ്ങനെ ഹോട്ടൽ എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ റൂമിൽ തന്നെ മതിയായിരുന്നു, എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവിടെ ആണുങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പോവാം, സ്റ്റേ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. മത്തി മുളകിട്ടത് ഉണ്ടാക്കാൻ പോവാണ്. മത്തി മുളകിട്ട് പിന്നെ ചപ്പാത്തി ഒന്ന് റെഡി ടു ഈറ്റ് ചപ്പാത്തി കിട്ടില്ല, അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് നൈറ്റിലേക്ക് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം അതിനായിട്ട് പോവാണ്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം കാണിച്ചു തരാം. ഉണ്ടാക്കണ കാണിക്കില്ല, ജസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡ്രാഗൺ മാർട്ടിൻ്റെ ഫ്രണ്ടിലൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പം നൈറ്റിലുള്ള ഒരു വ്യൂ ആണ്, ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഫോണിൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു ഭംഗി മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആ റോഡ് മൊത്തം 2 സൈഡിലും അങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വന്നു. ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കിയത്, ചപ്പാത്തി ഉണ്ടാക്കി, അതുപോലെ ഇതാ ഫിഷ് കറി, മത്തിക്കറി, മത്തി പൊരിച്ചതും ഉണ്ട്. വലിയ മത്തിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് 2 പൊരിക്കും ചെയ്തു. പിന്നെ ഇത് ഗ്രീൻ പീസും മുട്ടയിട്ടിട്ട് ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇത്രയാണുള്ളത്. അപ്പം കഴിക്കട്ടെ കേട്ടോ.
അപ്പോൾ ദുബായ് ഡേയ്സ് ഇൻ മൈ ലൈഫിലെ 2 ഡേയ്സ് ആയിരുന്നു ഈ വീഡിയോയിലുള്ളത്. ബാക്കി ഡേയ്സിൻ്റെ വിശേഷമായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം. ഈ വീഡിയോ തന്നെ ഒരുപാട് ലോങ് ആണ്, ഇനി ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് വല്ലാണ്ട് ലോങ് ആയിപ്പോവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.